ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനറ്റ്സ് റെൽം ഓഫ് ഗെയിംസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഡോക്ടർ യുറേക്ക. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഫാമിലി, ഫ്രണ്ട്സ്, കിഡ്സ് ഇവരെല്ലാവരുമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫൺ ഗെയിമാണ്. ഈ ഗെയിം ഇനി എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. ഗെയിം ബോക്സ് തുറന്ന് എന്തൊക്കെ കോണ്ടന്റ്സ് ആണ് ഉള്ളത് നോക്കാം. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, കൂടാതെ 54 ചാലഞ്ച് കാർഡ്സ് ആണ് ഉള്ളത്. പിന്നെ 12 ട്യൂബ്സ് ഉണ്ട്, കൂടാതെ 24 ബോൾസ്, അതായത് 8 ഗ്രീൻ, 8 പർപ്പിൾ, 8 റെഡ്. 1 to 4 പ്ലേയേഴ്സ് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പോൾ ഒരു പ്ലെയറിന് 3 ട്യൂബ്സ് കിട്ടും. അതിനകത്ത് 6 ബോൾസ് ആണ് മൊത്തം, അതായത് 2 റെഡ്, 2 പർപ്പിൾ, 2 ഗ്രീൻ. കളി തുടങ്ങാൻ ഏതെങ്കിലും ഒരു പ്ലെയർ ചലഞ്ച് കാർഡ് ഫ്ലിപ്പ് ചെയ്ത് എല്ലാ പ്ലേയേഴ്സിനും കാണാൻ പറ്റുന്ന രീതിയിൽ സെന്ററിൽ വെക്കണം. ഈ ഗെയിമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കാർഡ് അനുസരിച്ച് ബോൾസ് റീഅറേഞ്ച് ചെയ്യണം. പക്ഷെ ഇത് ബോൾസ് കൈ വെച്ച് തൊടാതെയും വീഴാതെയാണ് ചെയ്യേണ്ടത്. എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ബോൾസ് ട്യൂബ്സ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ട്യൂബിലുള്ള ബോൾസ് കാർഡിന്റെ പാറ്റേൺ അനുസരിച്ച് മാച്ച് ചെയ്യണം, അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ട്യൂബ്സ് സ്വാപ്പ് ചെയ്യാനും ഫ്ലിപ്പ് ചെയ്യാനും പറ്റും. ഈ സെന്റർ കാർഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് ട്യൂബിനകത്ത് താഴെയായിട്ട് 2 റെഡ് ബോൾസ് ആണ് ഉള്ളത്, അതിന്റെ മുകളിൽ 2 പർപ്പിൾ ബോൾസ്. ബാക്കിയുള്ള 2 ട്യൂബിനകത്തും ഓരോ വീതം ഗ്രീൻ ബോൾസ് ആണ് ഉള്ളത്. ഈ ഗെയിം ഇനി എങ്ങനെ കളിക്കുന്നതെന്ന് നോക്കാം. ചലഞ്ച് കാർഡ് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം. റെഡും പേർപ്പിൾ ബോൾസും ഉള്ള ട്യൂബ് നമ്മൾ ലെഫ്റ്റിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതല്ല നമ്മൾ അത് റൈറ്റിൽ വെക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കൂടാതെ കാർഡ് അനുസരിച്ച് റെഡ് ബോൾസ് താഴെയാണ് ഉള്ളത്. ഇത് മുകളിലായിട്ട് വരികയാണെങ്കിലും റോങ് ഓർഡർ ആണ്. ഇൻസ്ട്രക്ഷൻ മാനുവൽ അനുസരിച്ച് ഇതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഓർഡർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റായി ആദ്യം ട്യൂബ്സ് അറേഞ്ച് ചെയ്യുന്ന പ്ലെയർ യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ ചാലഞ്ച് കാർഡ് കിട്ടും. അടുത്ത ചാലഞ്ച് കാർഡ് വെച്ച് റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് പ്ലെയേഴ്സ് പ്രീവിയസ് ചാലഞ്ചിന്റെ പൊസിഷനിൽ തന്നെ ബോൾസ് വെച്ചിരിക്കാം. പക്ഷെ ഏതെങ്കിലും ട്യൂബ്സ് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വെക്കണം. ഇങ്ങനെ പുതിയ ചാലഞ്ച് കാർഡ്സ് എടുത്ത് റിമൈനിങ് റൗണ്ട്സ് കളിക്കുക. അങ്ങനെ ആരാണോ 5 ചാലഞ്ച് കാർഡ്സ് ആദ്യം കിട്ടുന്നത് അവരായിരിക്കും ഈ ഗെയിമിലെ വിന്നർ. പ്ലെയറിന്റെ ട്യൂബിൽ നിന്ന് ബോൾ താഴെ വീണാലും ബോൾ ടച്ച് ചെയ്താലും അഥവാ ഇൻകറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞാലും ആ പ്ലെയർ കറന്റ് ചാലഞ്ച് കാർഡ് റൗണ്ടിൽ നിന്ന് ഔട്ട് ആകും. ചാലഞ്ച് കാർഡ് കണ്ടതിന് ശേഷം പ്ലെയേഴ്സ് എത്ര മൂവ്സ് കൊണ്ട് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിളിച്ചു പറയും.
ഇതിൽ പ്ലെയേഴ്സ് സെയിം കൗണ്ട് ഓഫ് മൂവ്സ് പറയാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞ നമ്പർ വിളിച്ച പ്ലെയർ അത്രയും അഥവാ കുറവായ മൂവ്സ് കൊണ്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ കാർഡ് കിട്ടും. അത്ര മൂവ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്ലേ നെക്സ്റ്റ് ബിഡറിന് പാസ് ചെയ്യും. ഈ ഗെയിം ഒറ്റയ്ക്കും കളിക്കാം. അതിനായിട്ട് നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്പർ വിളിച്ച് ബിഡും ചെയ്യേണ്ട. സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് മൂവ്സ് കൊണ്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നോ? If you love learning this new game, please show your love and support through liking, sharing and subscribing to my channel for more fun games. Happy gaming folks. Goodbye.